ഹലോ എവ്രി വൺ, വെൽക്കം ടു വിസ്കൂൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നോ? ഏത് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഏതായിരുന്നു? 5ാമത്തെ ചാപ്റ്റർ അല്ലെ? 5ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു അല്ലെ? അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? വേഗം ഓർത്തെടുത്ത് എന്തൊക്കെയായിരുന്നു? നമ്മൾ മിക്സ്ചർ എന്താന്ന് പറഞ്ഞു. 2 ടൈപ്പ് മിക്സ്ചർ, ഹോമോജിനസ് ഉണ്ട്, അതുപോലെ തന്നെ ഹെട്രോജിനസ് ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കൂടി പഠിച്ചു. ഓക്കെ, സോ ഇറ്റ് ഈസ് പാർട്ട് 2 ഓഫ് എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സെഷൻ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം പൂജാ മിസ് ആണ്. അപ്പൊ ഒട്ടും താമസിക്കാണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നതെന്ന് മിസ് ജസ്റ്റ് ഒന്ന് പറയാം. ഇന്ന് നമ്മൾ ഹോമോജിനസ് മിക്സ്ചറിൽ നമ്മൾ പറഞ്ഞു, ഹോമോജിനസ് മിക്സ്ചറിനെ നമുക്ക് സൊല്യൂഷൻ എന്നും വിളിക്കാം. അപ്പൊ ഈ സൊല്യൂഷനെ പറ്റിയിട്ടും സൊല്യൂഷന്റെ കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാനുള്ള എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. along with some questions, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താണ് ഈ ക്ലാസ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ക്ലാസ്സും ടീച്ചർമാര് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താണ് നിങ്ങളെ പഠിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? വിതൗട്ട് എനി ഫർദർ ഡിലേ, ലെറ്റ് us start our interesting session on the chapter, second part of our chapter, exploring mixtures and their separation. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോടാ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, യൂണിഫോം ആയിട്ടുള്ള കോമ്പോസിഷൻ ഉള്ള പാർട്ടിക്കിൾസിനെ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത ടൈപ്പ് മിക്സ്ചർ ആണ് ഹോമോജിനസ് മിക്സ്ചർ. ഇതേ ഹോമോജിനസ് മിക്സ്ചറിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. സോ സൊല്യൂഷൻസ് ആർ ഹോമോജിനസ് മിക്സ്ചേഴ്സ് ആണ്. അപ്പോൾ ഹോമോജിനസ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഇനി എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് വരണം. യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ആയിട്ടുള്ള, അതുപോലെ തന്നെ പാർട്ടിക്കിൾസിനെ നമുക്ക് വിസിബിൾ അല്ലാത്ത ആ ഒരു മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജിനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ആ ഒരു ഹോമോജിനസ് മിക്സ്ചർ ആണ് സൊല്യൂഷൻ. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമോജിനസ് മിക്സ്ചർ ആണ്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ദേ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. സൊല്യൂട്ടും സോൾവെന്റും ആരാണ് അവരൊക്കെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന ആളെ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് പോകുന്നത് അവരെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കുക. ഒന്നുമില്ല, ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഏതാണോ? 2 പേരെ മിക്സ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഹോമോജിനസ് മിക്സ്ചർ കിട്ടുന്നത്. അപ്പോൾ ആ ഹോമോജിനസ് മിക്സ്ചറിൽ ആരാണോ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുക അതിനെ നമ്മൾ ഇനി വിളിക്കാൻ പോകുന്ന പേര് സൊല്യൂട്ട് എന്നാണ്. ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുന്ന ആളെ നമ്മൾ ഇനി മുതൽ എന്തെന്ന് വിളിക്കോടാ? സോൾവെന്റ് എന്ന് വിളിക്കും. അതായത് സൊല്യൂട്ടിനെ ആരാണോ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത്, ഓക്കെ, അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ പറയുന്ന സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഹോമോജിനസ് മിക്സ്ചർ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ ഒരു ഹോമോജിനസ് മിക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേരെ നമ്മൾ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം. ഓക്കെ, ഈ 2 പേര് നന്നായിട്ട് മിക്സ് ചെയ്യണം. അവരുടെ കോമ്പോസിഷൻ യൂണിഫോം ആയിരിക്കണം, ത്രൂ ഔട്ട് ഒരുപോലെ ആയിരിക്കണം അവരുടെ കോമ്പോസിഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ സൊല്യൂഷൻ എന്ന് വിളിക്കാം. സൊല്യൂഷനിൽ 2 പാർട്ട്, 2 കമ്പോണന്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന കമ്പോണന്റിനെ നമ്മൾ സൊല്യൂട്ട് എന്നും വലിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന കമ്പോണന്റിനെ നമുക്ക് സോൾവെന്റ് എന്നും വിളിക്കാം. ഓക്കെ അല്ലേടാ? അപ്പോൾ ഈ പറയുന്ന സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേരുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി മിസ് ഒന്ന് പറയുവാണ്. ഇപ്പൊ നമ്മൾ 10 ഗ്രാം സൊല്യൂട്ട് മിസ് എടുത്തിട്ട് അതിനെ ഒരു 90 ഗ്രാം സോൾവെന്റിൽ മിക്സ് ചെയ്തു. എന്ത് ചെയ്യുവാണ്ട? 10 ഗ്രാം സൊല്യൂട്ട് ഞാൻ എടുത്തു, അതിന് ഞാൻ 90 ഗ്രാം സോൾവെന്റിൽ മിക്സ് ചെയ്താൽ എനിക്ക് എത്ര സൊല്യൂഷൻ കിട്ടും? എത്ര ഗ്രാം സൊല്യൂഷൻ കിട്ടും? എനിക്ക് ഇവിടെ കിട്ടുന്നത് 100 ഗ്രാം സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇത് മനസ്സിലായോ? 10 ഗ്രാം സൊല്യൂട്ട് എടുത്തു,
അത് 90 gram സോൾവെന്റിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 100 gram സൊല്യൂഷൻ കിട്ടും. അപ്പൊ സൊല്യൂഷന്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര സോൾവെന്റ് അതുപോലെ തന്നെ എത്ര സൊല്യൂട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ കിട്ടുന്നു. മാസ് ഓഫ് ദ സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് ദ സോൾവെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ കിട്ടുന്നു. ഇനി സൊല്യൂഷന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഷുഗർ, ഓക്കെ, ഇൻ ദ മിക്സ്ചർ ഓഫ് ഷുഗറും വാട്ടറും ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ ഷുഗർ നമ്മൾ കുറച്ചെടുക്കും അല്ലെ. 1 സ്പൂൺ ഷുഗറും 1 ഗ്ലാസ് വാട്ടർ. ആരാ കുറച്ചുള്ളത്? ഷുഗർ ആണ് കുറച്ചുള്ളത്. സോ ഷുഗർ ഈസ് ദ സൊല്യൂട്ട്. ആരാ ഇവിടെ കൂടുതലുള്ളത്? വാട്ടർ ആണ് ഒരുപാടുള്ളത്. അതുകൊണ്ട് തന്നെ വാട്ടറിനെ നമുക്ക് സോൾവെന്റ് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് സൊല്യൂട്ടും വാട്ടർ എന്ന് പറയുന്നത് സോൾവെന്റും. ഇനി ഒരു കാര്യം കൂടി മിസ് പറഞ്ഞു തരാം, അതുകൂടി നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മളെപ്പോഴും ഒന്നെങ്കിൽ സോൾട്ടും വാട്ടറും അല്ലെങ്കിൽ ഷുഗറും വാട്ടറും ആണ് സൊല്യൂഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഇതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുക. പക്ഷേ ഓർത്തിരിക്കുക, ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലിക്വിഡ് ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സൊല്യൂഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് വാട്ടറിലേക്ക് ഒരു സാധനം ആഡ് ചെയ്യുന്നു. ഇത് മാത്രമല്ല സൊല്യൂഷൻ പല ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ അലോയിസ് എന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ മക്കള്. അലോയിസ് അതായത് പല മെറ്റലുകളെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ മെറ്റലുകളെയും നോൺ മെറ്റലിനെയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സാധനത്തിനെയാണ് അലോയ് എന്ന് വിളിക്കുക. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അലോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ മിസ് പറയാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു അലോയിക്ക് എക്സാമ്പിൾ ആണ്. ഈ അലോയിസ് എന്ന് പറയുന്ന സാധനം ഒരു സൊല്യൂഷൻ ആണടാ. ഓക്കെ, അലോയ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ എങ്ങനെയാ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒന്നാണ്. അതൊരു സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. അതൊരു സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. 2 സോളിഡിനെ മിക്സ് ചെയ്താണ് നമ്മൾ ആ പറയുന്ന സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലിക്വിഡ് സ്റ്റേറ്റിൽ ആയിരിക്കില്ല. അതെന്താകാം? അത് സോളിഡ് ആകാം, അല്ലെങ്കിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഗ്യാസും ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ എയർ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആണ്, ഒരു ഹോമോജനസ് മിക്സ്ചർ ആണ്. പല ഗ്യാസുകളാണ് അവിടെ മിക്സ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ എയറും എന്താണ്? സൊല്യൂഷൻ ആണ്. അപ്പോൾ സൊല്യൂഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ? ഷുഗറും വാട്ടറും അല്ലെങ്കിൽ സോൾട്ടും വാട്ടറും മാത്രമല്ല, അലോയ്സ് അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള എയർ, ഇതെല്ലാം തന്നെ സൊല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ ഏതൊരു ഹോമോജനസ് മിക്സ്ചർ എടുത്തു കഴിഞ്ഞാലും നമുക്കതിനെ സൊല്യൂഷൻ എന്ന് വിളിക്കാം. അത് സോളിഡ് ആകാം, സോളിഡ് ലിക്വിഡ് ആകാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് ആകാം. അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്താ സൊല്യൂഷൻ എന്ന് പഠിച്ചു. സൊല്യൂഷനിൽ ആരൊക്കെ ഉണ്ട്? സൊല്യൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ സോൾവെന്റും ഉണ്ട്. ക്ലിയർ അല്ലേടാ? ഇനി നമുക്കൊരു കാര്യം നോക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു. ഓക്കെ, അപ്പോൾ അമ്മ നമ്മളോട് പറയുകയാണ്, ഓക്കെ ഗസ്റ്റിന് നിങ്ങൾ കുറച്ച് എന്താണ് രസ്ന അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ വെള്ളം മതി. ഓക്കെ, ലൈം ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു 2 ഗ്ലാസ് ലൈം ജ്യൂസ്. അപ്പം നമുക്ക് എന്ത് വേണം? 2 ഗ്ലാസ് ലൈം ജ്യൂസ് വേണം. ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ? എങ്ങനെയാ? നമ്മൾ നാരങ്ങ വേണം, ഓക്കെ, ലെമൺ വേണം, ഷുഗർ, കുറച്ച് സോൾട്ട് വേണമെങ്കിൽ എടുക്കാം, പിന്നെ വാട്ടറും വേണം അല്ലേ? നല്ല തണുത്ത വാട്ടർ ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് മതി. ഇനി നമുക്ക് കൂടെ 1 ഗ്ലാസ് വേണമെങ്കിൽ 3 ഗ്ലാസ് ഉണ്ടാക്കണം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഈ 3 ഗ്ലാസ് ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ലെമൺ എടുക്കും, എത്ര ഷുഗർ എടുക്കും, എത്ര വാട്ടർ എടുക്കും? അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇല്ലേടാ. അതായത് നിങ്ങളിപ്പോൾ ഒരു 5 നാരങ്ങ എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിലാണ് ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ടേസ്റ്റി ആയിരിക്കുമോ? എന്നിട്ട് കുറച്ച് ഷുഗറേ നിങ്ങൾ ആഡ് ചെയ്തുള്ളൂ, ടേസ്റ്റി ആയിരിക്കും? അല്ല. അപ്പോൾ 3 പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 2 ലെമൺ എടുക്കാം. 2 ലെമൺ എടുത്ത് അത്യാവശ്യം അതിനനുസരിച്ചുള്ള വാട്ടർ ആഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഭയങ്കര സവർ ടേസ്റ്റ് ആയിരിക്കും, പുളിപ്പായിരിക്കും, നമുക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വാട്ടർ ആഡ് ചെയ്യണം. അതിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യണം. എ പിഞ്ച് ഓഫ് സോൾട്ട് കൂടിപ്പോയാൽ ടേസ്റ്റ് മാറും, ഷുഗർ കൂടിപ്പോയാൽ കുടിക്കാൻ പറ്റില്ല അല്ലേ?
അപ്പോൾ ഇതിനെല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആഡ് ചെയ്താലേ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസ് നമുക്ക് കിട്ടുള്ളൂ, ആണല്ലോടാ. അപ്പോൾ ഇതുപോലെയാണ് ഓരോ സൊല്യൂഷൻ്റെയും കേസ്. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി വേണം നമ്മൾ മിക്സ് ചെയ്യാനുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഏത് പ്രപ്പോർഷനിലാണ് അല്ലെങ്കിൽ ഏത് അളവിലാണ് സൊല്യൂട്ടും സോൾവെന്റും നമ്മൾ മിക്സ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ പറയുന്നു 2 സ്പൂൺ ഷുഗറും അതുപോലെ തന്നെ കുറച്ച് ml, ഒരു 10 ml ലൈമും, ഓക്കെ, ആ നാരങ്ങയുടെ നീരും, പിന്നെ ഒരു 250 ml വാട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് അളവ് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ കുക്കിംഗ് ചാനൽസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ പറയുമല്ലേ, കറക്റ്റ് 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ ചേർക്കണം, ഇവിടെ ഇത്ര 100 ml വാട്ടർ ചേർക്കണം, 1 കപ്പ് ഫ്ലോർ ചേർക്കണം, അല്ലേ. അപ്പോൾ കൃത്യമായിട്ടുള്ള അളവ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വേർഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് സാധനം കിട്ടുള്ളൂ. അപ്പോൾ ഈ സൊല്യൂഷന് നമുക്ക് ഇതുപോലെ എങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് പറയാം. അതായത് ആ ക്വാണ്ടിറ്റി എത്ര ഗ്രാം സൊല്യൂട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ എത്ര ml സൊല്യൂട്ട് എടുത്ത് എത്ര ml വാട്ടറിൽ അല്ലെങ്കിൽ എത്ര ഗ്രാം മറ്റൊരു സോൾവെന്റിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നു. ഇതെങ്ങനെ ഒരു സൊല്യൂഷന്റെ കാര്യം ഇങ്ങനെ എത്ര എന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവ്ലി പറയാനായിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി അതെന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ ദേ ഒരു സയന്റിസ്റ്റിനെ കാണിച്ചു തരും. ഇതാരാന്നറിയാവോ? ഈ സയന്റിസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഈ സയന്റിസ്റ്റ് ആണ് ORS കണ്ടുപിടിച്ചത്. എന്താണ് ORS? ഡീഹൈഡ്രേഷൻ വരുമ്പോൾ കുട്ടികൾക്കായാലും അഡൾട്ട്സിനൊക്കെ ആയാലും എന്താണ് ഡീഹൈഡ്രേഷൻ വരുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽസിൽ നിന്ന് തരുന്ന ഒരു സാഷേ അല്ലേ, ഒരു പൗഡറി സാഷേ ആണ് എന്നാണ് ഈ ORS എന്ന് പറയുന്നത്. അപ്പോൾ ORS കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണിത്, ദിലീപ് മഹാലനബിസ്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരൻ ഒരു ഇന്ത്യൻ പീഡിയാട്രീഷ്യൻ ആണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ORS ഡെവലപ്പ് ചെയ്തത്. ORS എന്തിനു വേണ്ടിയിട്ടാണ്? ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ്. മിസ്സിന്റെ ചോദ്യം, ഈ ORS എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നറിയാവോ? ജസ്റ്റ് ഇനി നിങ്ങൾക്ക് ആ ഒരു സാഷ ഒന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സാഷയിൽ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് എഴുതിയേക്കും. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കുക. ORS എന്ന് പറയുന്നത് സോൾട്ടിൻ്റെയും ഷുഗറിൻ്റെയും കൂടി ഒരു മിക്സറാണ്. ഓക്കെ, അതിൽ ഇത്ര ഗ്രാം സോൾട്ടും ഇത്ര ഗ്രാം ഷുഗറും, അങ്ങനെയാണ് അതെന്താ ORS പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 1 ലിറ്റർ എന്താണ് വാട്ടറിൽ വേണം നമ്മളത് മിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നമുക്കൊന്ന് ORS ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു 5 സ്പൂൺ ഷുഗർ എടുത്തു, 5 സ്പൂൺ സോൾട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അത് വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ORS ആവുമോ? അത് ഇല്ല, അത് ORS അല്ല. ORS കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? സോൾട്ടും ഷുഗറും കൂടി മിക്സ് ചെയ്താലേ നമുക്ക് അത് ORS ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് ഇത്ര ഗ്രാം ഷുഗറിന് ഇത്ര ഗ്രാം സോൾട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ORS കിട്ടുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പൊ ഇതാണ് മിസ് പറയുന്നത് സൊല്യൂഷനിൽ. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ്ലി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാര്യം ഒരു സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് അതുപോലെ തന്നെ എത്ര സോൾവെന്റ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. ആ കണക്കുകൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇപ്പോൾ നിങ്ങൾ ഒരു സാഷെ മേടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്ര ഗ്രാം 100 ഗ്രാമിൽ ഇത്ര ഗ്രാം ഫാറ്റ് ഉണ്ട്, ഇത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അതൊരു സൊല്യൂഷൻ ആണെന്നെടുത്ത്, അല്ലെങ്കിൽ സൊല്യൂഷൻ അല്ല, അതൊരു മിക്സർ ആയിട്ട് എടുക്കാം. ഒരു മിക്സർ ആണെന്നുണ്ടെങ്കിൽ ആ മിക്സറിൽ ഓരോ കാര്യവും ഇത്ര വ്യക്തമായിട്ട് ഇത്ര ഗ്രാമിൽ ഇത്രയുണ്ട് എന്നൊക്കെ എങ്ങനെ പറയാനായിട്ട് പറ്റുന്നു? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. നമുക്ക് എന്താണ് കോൺസെൻട്രേഷൻ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമുക്കറിയാം, ഇപ്പോൾ ORS നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഓഫ് സോൾട്ടും ഷുഗറും എടുത്ത് നമുക്ക് ORS പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് സോൾട്ടും അതുപോലെ തന്നെ ഷുഗർ കൃത്യമായിട്ടുള്ള അളവുണ്ട്. അതെടുത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ORS അല്ലെങ്കിൽ സോൾട്ട് ഓർ ഷുഗർ വാട്ടർ സൊല്യൂഷൻ നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? അത് നമ്മൾ ആഡ് ചെയ്യുന്ന
സൊല്യൂട്ടിന്റെ എമൗണ്ടും അതുപോലെ തന്നെ സോൾവെന്റ് എത്രത്തോളം സോൾവെന്റ് എടുക്കുന്നു അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടാണോ നമ്മൾ ഇത് കറക്റ്റ് പ്രപ്പോർഷനിലാണോ നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യത്തിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്താണ് കോൺസെൻട്രേഷൻ എന്നുള്ളത് ഇതുവരെ മിസ് പറഞ്ഞിട്ടില്ല. ഇനി ഒരു എക്സാമ്പിൾ കൂടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പോൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ക്രോപ്സിലേക്ക് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ചില പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഇത്ര ml എടുക്കുക, എന്നിട്ട് ഇത്ര ml വാട്ടറിൽ ഇത്ര ലിറ്റർ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അതിൽ ലേബൽ ചെയ്തേക്കും. ആ കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് മിക്സ് ചെയ്ത് എന്താണ് ഈ പറയുന്ന ക്രോപ്സിന് അല്ലെങ്കിൽ ചെടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആണല്ലോടാ. ഇവിടെ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എടുത്തു, അതിൽ പറഞ്ഞേക്കുന്ന അതേ എമൗണ്ട് എടുത്തു, മിക്സ് ചെയ്തു, ക്രോപ്സിന് ഉപയോഗിച്ചു, ഒന്നും പറ്റില്ല. ഓക്കെ, ഒരു കുഴപ്പവും പറ്റില്ല. പക്ഷേ നമ്മൾ എടുത്ത് വളരെ കുറച്ച്, നമ്മളോട് 5 ml എടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ml എടുത്തു, നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഓഫ് വാട്ടറിൽ അത് മിക്സ് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്നു. പക്ഷെ അതെന്ത് ചെയ്യും? അത് ഒരു പ്രൊട്ടക്ഷനും ആ ക്രോപ്പിന് കൊടുക്കില്ല. പഴയ അവസ്ഥ എന്താണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. കാര്യം അവിടെ എഫക്റ്റ് ഒന്നും ഇല്ലടാ. അവർ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആണ് നമ്മളെടുത്ത് സ്പ്രേ ചെയ്തത്, ഒന്നും പറ്റില്ല, ഒരു പ്രൊട്ടക്ഷനും അതിന് കിട്ടില്ല. അതേസമയം ഇവിടെ 5 ml എടുക്കാൻ പറഞ്ഞു, നമ്മൾ വിചാരിച്ചു പ്രൊട്ടക്ഷൻ ഒത്തിരി ഒന്ന് കൂടി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഒരു 10 ml എടുത്ത് നമ്മൾ മിക്സ് ചെയ്തു. പെസ്റ്റിസൈഡ് 10 ml, 5 ml എടുക്കാൻ പാടുള്ളൂ, നമ്മൾ ഒരു 10 ml എടുത്ത് മിക്സ് ചെയ്തു. ഓക്കെ, എന്ത് പറ്റി? അവിടെ ആ ഒരു കോൺസെൻട്രേഷൻ കൂടിപ്പോയി. അതിന് വേണ്ടുന്ന പ്ലാന്റ്സിന് വേണ്ടുന്ന എമൗണ്ട് അതിന് താങ്ങാൻ പറ്റുന്ന എമൗണ്ടിനേക്കാൾ കൂടുതലായി പോയി. ക്രോപ്സ് എന്താകും? ഡാമേജ് ആകും ഉറപ്പായിട്ട്. അപ്പോൾ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഈ ഒരു അളവുണ്ട്, അല്ലെങ്കിൽ ഒരു എന്ത് വേണം? കൃത്യമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ വേണം. അപ്പൊ എന്താണ് കോൺസെൻട്രേഷൻ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ കോൺസെൻട്രേഷൻ? ഒരു തന്നിരിക്കുന്ന എമൗണ്ട് ഓഫ് സോൾവെന്റിൽ, ഓക്കെ, തന്നിരിക്കുന്ന ഒരു സോൾവെന്റിൽ അല്ലെങ്കിൽ സൊല്യൂഷനിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ എന്താ? ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റ് ഓർ സൊല്യൂഷൻ. ഓക്കെ, ഒരു ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റോ അല്ലെങ്കിൽ സൊല്യൂഷനിലോ നമ്മൾ ഡിസോൾവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഓഫ് സോൾവെന്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 100 ml വാട്ടർ എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു 10 gram സൊല്യൂട്ടാണ് ആഡ് ചെയ്തത്. ഇങ്ങനെ നമ്മൾ പറയുന്നതിനെയാണ് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റ് ഓർ സൊല്യൂഷൻ ഈസ് വാട്ട് വി ക്യാൻ കോൾ ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒത്തിരി സൊല്യൂട്ട് ആഡ് ചെയ്താൽ അത് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നു. ഓക്കെ, കോൺസെൻട്രേറ്റഡ് ഡൈല്യൂട്ട് എന്താന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്ന തന്നിരിക്കുന്ന എമൗണ്ട് ഓഫ് സോൾവെന്റിലേക്ക് അല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെയാണ് നമുക്ക് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയാനായിട്ട് പറ്റുക. ഇനി നമ്മൾ പല സാധനങ്ങൾ, ഇപ്പം നമ്മൾ ORSന്റെ കാര്യം പറഞ്ഞാൽ ആ ORSന്റെ ഒരു സാഷ് 1 ലിറ്റർ വാട്ടറിൽ വേണം നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ. ഇപ്പോൾ പെസ്റ്റിസൈഡ് ആണെങ്കിൽ അതിൽ നിന്ന് ഒരു 5 ml എടുത്തിട്ട് വേണം വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള അളവുകളുണ്ട്. ചില കേസിൽ നമ്മൾ പറയുന്നു, ഇപ്പോൾ ORSന്റെ കേസിൽ നമ്മൾ ഗ്രാമിലായിരിക്കും, പൗഡർ അല്ലേ, സോളിഡ് അല്ലേ, മാസ് ഗ്രാമിലായിരിക്കും പറയുക. അതേസമയം പെസ്റ്റിസൈഡ് ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ 5 ml എടുക്കണം. ഇപ്പോൾ മരുന്നൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? 5 ml മരുന്ന് കൊടുക്കുക അല്ലെ, 5 ml വീതം 3 നേരം കൊടുക്കണം. ഇങ്ങനെയല്ലേ മരുന്നൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു കോൺസെൻട്രേഷനെ നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേസ് ആണ് പഠിക്കാനുള്ളത്. ദ 3 മെയിൻ വേസ് ടു എക്സ്പ്രസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. ഓക്കെ, പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ കോൺസെൻട്രേഷനെ ഇങ്ങനെ പെർസെൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ 3 രീതികളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, അതുപോലെ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. ഓരോന്നും ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഇക്വേഷനും
കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 വേസ് ആണുള്ളത്. മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, അതുപോലെ തന്നെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജും വോളിയം ബൈ വോളിയം പെർസെൻറ്റേജും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ഓക്കെ, എം ബൈ എം എന്നോ ഡബ്ല്യു ബൈ ഡബ്ല്യു എന്നോ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഹോമോജിനസ് ആയിട്ടുള്ള മിക്സ്ചേഴ്സിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് എന്താ, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഈ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എത്ര ഗ്രാം സൊല്യൂട്ട്, എത്ര ഗ്രാം 100 ഗ്രാം ടോട്ടൽ സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാസ് ബൈ മാസ് പെർസെൻറ്റേജിൽ നിന്നാണ്. അതായത് നമ്മുടെ സൊല്യൂഷൻ ഒരു 100 ഗ്രാം ആണ്. ഈ 100 ഗ്രാം സൊല്യൂഷനിൽ എത്രത്തോളം എന്തുണ്ട്, സൊല്യൂട്ട് ഉണ്ട്, എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്. ഓക്കെ, 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. എന്താണ്ട മാസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ ആണ്, സോൾവെൻ്റ് അല്ല, സൊല്യൂഷൻ്റെ മാസ്, ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കിട്ടുന്നു. ഇനി മിസ് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുവാണ് ഒരു സൊല്യൂഷന്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 15% ആണ്. ഓക്കെ, ഒരു സൊല്യൂഷന്റെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് 15% ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഡീകോഡ് ചെയ്യാൻ പഠിക്കണം. 15% മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ പറഞ്ഞു എത്ര ഗ്രാം സൊല്യൂട്ടാണ് 100 ഗ്രാം സൊല്യൂഷനിലുള്ളത്. ഓക്കെ, അതല്ലേ മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ഇവിടെ നമുക്ക് പറയാം 15% മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എങ്കിൽ നമുക്ക് പറയാം 100 ഗ്രാം സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് 15 ഗ്രാം സൊല്യൂട്ടാണ്. ഓക്കെ, 100 ഗ്രാം സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് 15 ഗ്രാം സൊല്യൂട്ടാണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടെ മിസ് പറയാം. ഇപ്പോൾ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് 15% ആണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനിങ് എന്താണ്? 100 ഗ്രാം സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്? 15 ഗ്രാം സൊല്യൂട്ട് ഉണ്ട്. എങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, എത്ര സോൾവെന്റ് ഉണ്ട് ഇവിടെ? 15 ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എങ്കിൽ എത്ര സോൾവെന്റ് ആണ് ഇവിടെ ഉള്ളത്? 100 ഗ്രാം എന്ന് പറയുന്നത് ടോട്ടൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, ആ സൊല്യൂഷനിൽ 100 ഗ്രാമിൽ 15 ഗ്രാം എന്താണ്? സൊല്യൂട്ടാണ്. ബാക്കി എത്രയുണ്ട്? ബാക്കി എത്ര വരുന്നുണ്ട്? ബാക്കി 85 ഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി 85 ഗ്രാം ആണ് സോൾവെന്റ് ഉള്ളത്. കാരണം 100 ഗ്രാം സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ 85 ഗ്രാം സോൾവെന്റും 15 ഗ്രാം സൊല്യൂട്ടും കൂടെ ചേരുമ്പോഴല്ലേടാ നമുക്ക് 100 ഗ്രാം സൊല്യൂഷൻ കിട്ടുന്നത്. മിസ് ആദ്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? മാസ് ഓഫ് ദ സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് ദ സോൾവെന്റ് ആണ് ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. അപ്പൊ 100 ഗ്രാം ടോട്ടൽ സൊല്യൂഷൻ ആണ്. അതിൽ 15 ഗ്രാം സൊല്യൂട്ട് ആണെങ്കിൽ ബാക്കിയുള്ള 85 ഗ്രാം ആണ് എന്ത്? സോൾവെന്റ്. ക്ലിയർ ആയ? ഓക്കെ അല്ലേ? അപ്പൊ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇനി ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഹെട്രോജിനസ് മിക്സ്ചേഴ്സിൽ ഈ ഒരു മെത്തേഡ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. മിൽക്ക് പൗഡർ, സ്പൈസ് മിക്സ്ചേഴ്സ്, ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദേ നോക്കിക്കേ, 100 ഗ്രാം ആവറേജ് പെർ 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ 26 ഗ്രാം ഫാറ്റ് ഉണ്ട്, ഷുഗർ 49 ആണ്, ഫൈബർ ഒന്നും തന്നെ ഇല്ല, പ്രോട്ടീൻ ഇത്രയുണ്ട്. ഇങ്ങനെ ഓരോ പാക്കറ്റിലും നമ്മൾ ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് ഇത്ര ഗ്രാമിൽ ഇത്ര ഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ്. അതുപോലെ തന്നെ പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതിൽ തന്നെ എത്ര ഷുഗർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പറയുന്ന മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഉപയോഗിച്ചാണ്. ക്ലിയർ ആണോ? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്താൽ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കിട്ടുന്നു. ഓക്കെ അല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സാമ്പിൾ 5.1. ഇഫ് 10 gram of salt is dissolved in 90 gram of water.
10 gram സോൾട്ട് എടുക്കുന്നു, 90 gram വാട്ടറിൽ മിക്സ് ചെയ്യുന്നു. എന്ത് കണ്ടുപിടിക്കണം? കാൽക്കുലേറ്റ് ദ മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിരിക്കുന്നു, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സൊല്യൂട്ടിന്റെ സോൾട്ട് ആണ് 10 gram സോൾട്ട് എന്ന് പറയുന്ന അവിടുത്തെ സൊല്യൂട്ട് ആണ്. സൊല്യൂട്ടിന്റെ മാസ് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10 gram ആണ്. ഓക്കെ, ഇനി സോൾവെന്റ് ആണ് വാട്ടർ. 90 gram വാട്ടർ എന്നാ പറയുന്നത്. 90 gram വാട്ടർ, അതാണ് എന്താ നമ്മുടെ സോൾവെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂട്ടായി സോൾവെന്റ്. ഇക്വേഷൻ എന്താ? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന സോൾവെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം സൊല്യൂഷന്റെ മാസ് കിട്ടണമെങ്കിൽ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും കൂടി മാസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ അറിയാത്തവർ എഴുതിയെടുക്കണേ. ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെന്റ് ആണ്. സൊല്യൂട്ടും സോൾവെന്റിന്റെയും കൂടി മാസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടും. അതായത് 90 + 10 എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 100 gram ആണ് സൊല്യൂഷൻ. ഇനി നേരെ ഒന്നുമില്ല, എല്ലാ വാല്യൂസും ആയി. സൊല്യൂട്ടിന്റെ മാസ് കിട്ടി, ഇതേ ഉണ്ട്. സൊല്യൂട്ടിന്റെ മാസ് ഉണ്ട്, സൊല്യൂഷന്റെ മാസ് ഉണ്ട്. അപ്പൊ നേരെ നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? അവിടെ സൊല്യൂട്ടിന്റെ മാസ് 10 ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ മാസ് 100 ഇൻറ്റു 100 ക്യാൻസൽ ചെയ്ത് പോകുന്നു. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% മാസ് ബൈ മാസ് എന്ന് നമുക്ക് കിട്ടുന്നു. എളുപ്പമല്ലേ? ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. ഇക്വേഷൻ ഒരു കാര്യം ആലോചിച്ചാൽ മതി, താഴെ മാസ് ഓഫ് സൊല്യൂഷൻ ആണ്, സൊല്യൂഷന്റെ മാസാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് സോൾവെന്റും സൊല്യൂട്ട് തന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ സൊല്യൂഷന്റെ മാസ് കിട്ടുക. ക്ലിയർ അല്ലേടാ? അപ്പോൾ നമ്മൾ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് പഠിച്ചില്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അതായത് മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഒരു സൊല്യൂട്ടിനെ എടുത്തിട്ട് സോളിഡ് ആയിട്ടുള്ള ഒരു സോൾവെന്റിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നു. അതായത് സോളിഡ് നമ്മൾ നേരത്തെ പറഞ്ഞ അലോയി, പിന്നെ ഈ ഹെട്രോജനസ് മിക്സേഴ്സ് ആയിട്ടുള്ള മിൽക്ക് പൗഡർ, പാക്കേജ്ഡ് ഫുഡ്, അതിൻ്റെ കേസിലാണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. അതായത് കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സോളിഡ് ആയിട്ട് വരുന്ന കേസിൽ. അതുകൊണ്ടാണല്ലോ നമ്മൾ 2 ഗ്രാമിൽ പറയുന്നത് 100 gram സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്. അതായത് ഗ്രാം പറയുന്ന എപ്പോഴാണ്? മിക്കവാറും സോളിഡ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഗ്രാം പറയുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അതായത് നമ്മുടെ കോമൺ ആയിട്ടുള്ള സൊല്യൂഷൻ, ഇത്ര ഗ്രാം ഷുഗർ എടുത്തിട്ട് ഇത്ര ml വാട്ടറിൽ നമ്മൾ മിക്സ് ചെയ്യുന്നു. അവിടെ ഒന്ന് ലിക്വിഡും ഒന്ന് സോളിഡും ആണ്. ആ സോളിഡിനെ നമ്മൾ ഗ്രാമിൽ എടുക്കുന്നു, അവിടെയുള്ള ലിക്വിഡിനെ ml എടുക്കുന്നു, അല്ലെ? അപ്പൊ അവിടെ നമുക്ക് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, മാസ് ഗ്രാം, വോളിയം എന്ന് പറയുന്നത് ml, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് പറയുന്നു. ഓക്കെ, അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ വോളിയം ഓഫ് എ ലിക്വിഡ് ഈസ് ഈസിയർ ദാൻ വെയിങ് ഇറ്റ്. അതായത് ഒരു ലിക്വിഡിന്റെ വോളിയം എന്ന് പറയുന്നത് ഗ്രാമിൽ പറയുന്നതിനേക്കാളും എളുപ്പം എന്താണ്? മില്ലി ലിറ്റർ ml പറയുന്നതാണല്ലോ. അപ്പോൾ മെഡിസിൻസ്, ലബോറട്ടറീസിലൊക്കെയാണ് ഈ പറയുന്ന മാസ് ബൈ വോളിയം പെർസെൻറ്റേജിന്റെ ഉപയോഗം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ പറയുന്നുണ്ട് 5%, 5% ഗ്ലൂക്കോസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 ml സൊല്യൂഷനിൽ എത്ര ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ടെന്നാണ്? 5 gram ഗ്ലൂക്കോസ് ഉണ്ടെന്നാണ്. മനസ്സിലായോ? 5 gram ഗ്ലൂക്കോസ് സോളിഡ് ആയിട്ടിരിക്കുന്ന ഒന്നല്ലേ, അതിനെ നമ്മളെടുത്ത് വാട്ടറിൽ മിക്സ് ചെയ്യുവാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ആ വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡാണ്. ലിക്വിഡിന്റെ വോളിയം ml കാണിക്കുന്നതാണ് എളുപ്പം, അല്ലേ? ഗ്രാമിനെക്കാളും ml ആണ് എളുപ്പം. അപ്പോൾ നമ്മൾ പറയുന്നു 100 ml സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 gram ഗ്ലൂക്കോസ് ആണ് ഉള്ളത്. ഓക്കെ, 5 gram ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 95 എന്താണ്? വാട്ടർ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് 5% ഗ്ലൂക്കോസ് സൊല്യൂഷൻ ആണ്. ഇറ്റ് ടെൽസ് us how many grams of the solute is present in 100 milliliters of the solution. ഓക്കെ, എത്ര ഗ്രാം സൊല്യൂട്ട് ആണ് 100 ml സൊല്യൂഷനിലുള്ളത് എന്ന് നമുക്ക് മാസ് ബൈ വോളിയം പെർസെൻറ്റേജിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഇക്വേഷൻ എന്താണ്? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. നേരത്തെ നമ്മൾ പറഞ്ഞു മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ആണ്. ഇവിടെ വന്നപ്പോൾ അത് വോളിയം ഓഫ് ദ സൊല്യൂഷൻ. മാസ് ബൈ വോളിയം അല്ലേ, അപ്പോൾ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് പറയാം 10% ആണ് മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 10 gram സൊല്യൂട്ടിനെ നമ്മൾ എടുക്കുന്നു. ഈ 10 gram സൊല്യൂട്ടിനെ നമ്മൾ 100 ml സൊല്യൂഷനിലേക്ക് മിക്സ് ചെയ്യുന്നു. ഓക്കെ, 100 ml സൊല്യൂഷനിൽ 10 gram സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് 10% മാസ് ബൈ വോളിയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു.
ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, സോളിഡിനെ എടുത്ത് ലിക്വിഡിൽ ആഡ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ? എക്സാമ്പിൾ 5.2, ഈ 5 ഗ്രാം ഗ്ലൂക്കോസ്, 5 ഗ്രാം ഗ്ലൂക്കോസ് എടുക്കുന്നു, എത്ര വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് നമ്മൾ 100 ml സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. എന്ത് കണ്ടുപിടിക്കണം? കോൺസെൻട്രേഷൻ ഇൻ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഗ്ലൂക്കോസിന്റെ അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂട്ട്, ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സൊല്യൂട്ടാണ്, അതിന്റെ മാസ് എത്രയാണ് ക്വസ്റ്റ്യനിലുണ്ട്? 5 ഗ്രാം ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സൊല്യൂഷന്റെ ആണ്, സോൾവെന്റിന്റെ അല്ല തന്നിരിക്കുന്നത്, ഡയറക്റ്റ് സൊല്യൂഷന്റെ വോളിയം ആണ് തന്നിരിക്കുന്നത്. വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 100 ml ആണ്. എന്താ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്തറിയണം? നേരെ ഇക്വേഷൻ അറിയണം. മാസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ 5/100 ഇൻറ്റു 100 ചെയ്താൽ മതി. 100 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടും? 5% മാസ് ബൈ വോളിയം ആണ്. കണ്ടോ? ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് അടുത്ത നോക്കാൻ, ദ ലാസ്റ്റ് ടേം ഫോർ റെപ്രസെൻറ്റിങ് ദ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. 2 ലിക്വിഡിനെ നമ്മളെടുത്ത് മിക്സ് ചെയ്യുവാണ്. ഓക്കെ, 2 ലിക്വിഡിനെ നമ്മളെടുത്ത് മിക്സ് ചെയ്യുന്ന കേസിൽ, ഫോർ എക്സാമ്പിൾ പെർഫ്യൂമുകൾ, കോസ്മെറ്റിക്സുകൾ, വിനീഗർ ഒക്കെ, നമ്മൾ വിനീഗർ എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡിനെ എടുത്ത് വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിനീഗർ കിട്ടുക. അപ്പോൾ 2 ലിക്വിഡുകളെ ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് അലിഞ്ഞു ചേരുന്ന ലിക്വിഡുകൾ, അതിനെയാണ് മിസിബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഓയിലും വാട്ടറും ആണെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവും, ഇല്ല, അവരെ നമ്മൾ ഇമ്മിസിബിൾ എന്ന് വിളിക്കും. കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞു ചേരുന്നതിനെ മിസിബിൾ എന്ന് പറയും. അപ്പോൾ 2 മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ നമുക്ക് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ഉപയോഗിച്ച് കാണാം. കാരണം രണ്ടും എന്താണ്? ലിക്വിഡാണ്. ഒരു ഇത്ര 5 ml എടുക്കുന്നു, ഇത്ര ml വാട്ടറിലേക്ക് മിക്സ് ചെയ്യുന്നു. അവിടെ എന്താ? രണ്ടും വോളിയമാണ്, ml. അപ്പോൾ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, ടെൽസ് how many milliliters of the solute is present in 100 ml of the solution. അതായത് ഇപ്പോൾ 5 ml ഞാൻ എടുത്ത് 100 ml സൊല്യൂഷൻ ആക്കി മാറ്റി. ഓക്കെ, 5 ml സൊല്യൂട്ടിനെ ഞാൻ എടുത്ത് 100 ml സൊല്യൂഷൻ ആക്കി മാറ്റി. കണ്ടോ? രണ്ടും നമ്മൾ ലിക്വിഡ് ആണ് എടുക്കുക. അപ്പോൾ ആ കേസിലാണ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5% ആണ്. കാരണം എന്താണ്? 5 ml സൊല്യൂട്ട് എടുത്തിട്ടാണ് ഞാൻ 100 ml സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? വോളിയം ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 ഇക്വേഷൻ. എന്ത് കിട്ടുന്നു? നമുക്ക് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ വെച്ചാണെങ്കിൽ 5/100 ഇൻറ്റു 100, 100 ക്യാൻസൽ ആവും. 5% ആണ് വോളിയം ബൈ വോളിയം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ വൈറ്റ് വിനീഗർ എന്ന് പറയുന്നത് 5% അസറ്റിക് ആസിഡ് ആണ്. അതായത് 5 ml ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എടുക്കുന്നു, അതിലേക്ക് ബാക്കി വാട്ടർ ചേർക്കണം. ഓക്കെ, എന്നിട്ട് ടോട്ടൽ 100 ml ആക്കണം. ടോട്ടൽ 100 ml ആക്കണമെങ്കിൽ 5 ml 95 ml വാട്ടർ ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ 100 ml ആക്കാം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? വിനീഗർ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി. എക്സാമ്പിൾ 5.3, ഈ 1 ml of a liquid pesticide is mixed with a sufficient amount of water to form 100 ml of a pesticide. 1 ml of a liquid എന്ന് പറയുന്നത് സൊല്യൂട്ടും വോളിയം ഓഫ് ദ സൊല്യൂട്ടും എത്ര സൊല്യൂഷൻ ആണ് ഉണ്ടാക്കുന്നത്? 100 ml സൊല്യൂഷൻ. അപ്പോൾ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഉണ്ട്. എന്ത് കണ്ടുപിടിക്കണം? വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഓക്കെ, വോളിയം ഓഫ് ദ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 1 ml ആണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ 100 ml ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ അറിയാം. ഇറ്റ് ഈസ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ചെയ്യുമ്പോൾ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എത്ര കിട്ടോടാ? 1% ആണ് അവിടുത്തെ വോളിയം ബൈ വോളിയം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണ് ഒരു സൊല്യൂഷൻ, സൊല്യൂഷനിൽ ആരൊക്കെയുണ്ട്, ഇനി ഈ സൊല്യൂഷനിൽ മിക്സ് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ മിക്സ് ചെയ്യണം, എത്രത്തോളം എമൗണ്ട് ആണ് മിക്സ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള 3 രീതികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ പോസ് ആൻഡ് പോണ്ടർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് കണ്ടുപിടിക്കുകയാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ കോമൺ ടാൽക്കം പൗഡർ കണ്ടെയ്ൻസ് 4%
മാസ് ബൈ മാസ് സിങ്ക് ഓക്സൈഡ്. അപ്പോൾ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഓൾറെഡി തന്നിട്ടുണ്ട് 4% ആണെന്നുള്ളത്. ക്വസ്റ്റ്യനിലുള്ള ഓരോ കാര്യങ്ങളും ആദ്യമേ എടുത്ത് എഴുതുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക്. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4% ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. വിച്ച് ആക്ട് ആസ് എൻ ആൻറ്റിസെപ്റ്റിക്. ഹൗ മച്ച് സിങ്ക് ഓക്സൈഡ് ഈസ് പ്രസന്റ് ഇൻ 300 gram ഓഫ് ദ ടാൽക്കം പൗഡർ. 300 gram ടാൽക്കം പൗഡർ, അതായത് 300 gram എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ ടാൽക്കം പൗഡർ ആണ് നമ്മുടെ അവിടുത്തെ സൊല്യൂഷൻ കേട്ടോ. അപ്പൊ 300 gram എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ഗ്രാം സൊല്യൂട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, എത്ര ഗ്രാം സൊല്യൂട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ദേ ഇക്വേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് എഴുതിയതിന് ശേഷം നേരെ നിങ്ങൾ എന്ത് നോക്കണോടാ? ഇക്വേഷൻ നോക്കുക. അതേ നോക്കിക്കേ, ഇവിടെ എന്താണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. നമുക്ക് സിങ്ക് ഓക്സൈഡ് അതായത് നമ്മുടെ സൊല്യൂട്ടിന്റെ മാസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഇക്വേഷനിലെ ഈ ന്യൂമറേറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ബാക്കിയുള്ള വാല്യൂസ് ഉണ്ടോ? ഉണ്ട്. ദേ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് 4 എന്ന് തന്നിട്ടുണ്ട്. സോ 4 ഈക്വൽ ടു സൊല്യൂട്ടിന്റെ മാസ് നമുക്കറിയില്ല, എക്സ് ആയിട്ട് എടുക്കാം, ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ മാസ് എത്രയാ? ടാൽക്കം പൗഡർ എത്ര ടാൽക്കം പൗഡർ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്? 300 gram. സോ 300 × 100. കണ്ടോ, നമ്മുടെ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ. ഡയറക്റ്റ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനല്ല ചോദിച്ചിരിക്കുന്നത്, സൊല്യൂട്ടിന്റെ മാസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി സോൾവെന്റിന്റെ മാസ് കണ്ടുപിടിക്കാനും ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ സോൾവെന്റിന്റെ മാസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സൊല്യൂഷന്റെ മാസിൽ നിന്ന് സൊല്യൂട്ട് അങ്ങ് കുറച്ചാൽ മതി. ഓക്കെ ആണോ? ഇനി ഇവിടെ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടോടാ? അതേ ഇതും ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 3 എന്നാവും. 3x = 4 × 3 വിച്ച് ഈസ് ഈക്വൽ ടു 12 gram എന്ന് ആൻസർ വരും. ഓക്കെ, 12 gram ഈസ് ദ ആൻസർ. അപ്പോൾ 300 gram ടാൽക്കം പൗഡർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഗ്രാം സിങ്ക് ഓക്സൈഡ് ഉണ്ട്? 12 gram സിങ്ക് ഓക്സൈഡ് ആണ് നമ്മൾ എടുത്തിട്ട് 300 gram ടാൽക്കം പൗഡർ ആക്കുന്നത്. അപ്പോൾ അതിലുള്ള ഇനിയിപ്പോൾ സോൾവെന്റ് ആണ് ബാക്കി ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഈ 300-ൽ നിന്ന് 12 സബ്ട്രാക്ട് ചെയ്താൽ മതിയാകും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ 12 gram ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ യുവർ മദർ ഗീവ്സ് യു എ ബോട്ടിൽ ഓഫ് ഓറഞ്ച് ജ്യൂസ് കോൺസെൻട്രേറ്റ് ടു മിക്സ് വിത്ത് വാട്ടർ ആൻഡ് സെർവ് ഇറ്റ് ടു യുവർ വിസിറ്റിംഗ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് വന്നു, അമ്മ പറഞ്ഞു ഓറഞ്ച് ജ്യൂസ് കോൺസെൻട്രേറ്റ് ഉണ്ട്, അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രണ്ട്സിന് നീ സെർവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് പുള്ളിക്കാരി എന്താ പറയുന്നത്? ഷീ ആസ്ക്സ് യു ടു മിക്സ് 2 tablespoons of the concentrate with water in a glass tumbler. അല്ലേ, എത്ര സ്പൂണാണ് മിക്സ് ചെയ്യേണ്ടത്? 2 tablespoon ആണ്. 2 സ്പൂണാണ് മിക്സ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടടാ? ഇഫ് ഈച്ച് ടേബിൾ സ്പൂൺ മെഷേഴ്സ് 15 ml. ഒരു സ്പൂൺ എന്ന് പറയുന്നതിൻ്റെ വോളിയം പറഞ്ഞിട്ടുണ്ട്. എത്രയാണത്? 15 ml ആണ് ഒന്നിൻ്റെ വോളിയം. ഓക്കെ, എത്ര സ്പൂൺ നമുക്ക് മിക്സ് ചെയ്യണം? 2 സ്പൂൺ മിക്സ് ചെയ്യാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് തന്നിട്ടിട്ട് ഒരു സ്പൂൺ 15 ml ആണ്. അപ്പൊ 2 സ്പൂണിന്റെ ആകുമ്പോൾ എത്രയാവും? അത് 15 × 2 എന്ന് പറയുന്നത് 30 ml. 15 × 2 30 ml. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അമ്മ പറഞ്ഞു 2 സ്പൂൺ ഇടാം. ഒരു സ്പൂൺ 15 ml ആണെങ്കിൽ 2 സ്പൂൺ എത്ര ml ആണ്? 30 ml ആണ്. ഇനി എത്രയാണ് ഒരു ഗ്ലാസ് എന്ന് പറയുന്നത്? 150 ml ആണ് ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയണം. വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. അല്ലേ, ദേ ഇവിടെ ഉണ്ട് വോളിയം ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. വോളിയം ഓഫ് ദ സൊല്യൂട്ട് എത്രയാടാ? ഞാൻ നേരത്തെ പറഞ്ഞു 1 സ്പൂൺ 15 ആണ്. നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് 2 സ്പൂൺ ചേർക്കണമെന്നാണ്. അതായത് 30 ml ആണ് ഓറഞ്ചിന്റെ കോൺസെൻട്രേറ്റ് നമ്മൾ ചേർക്കാനായിട്ടുള്ളത്. സോ 30 സൊല്യൂട്ട് എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ എത്ര ഉണ്ടാക്കണം? ഒരാൾക്ക് ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 150 ml ആണ്. സോ 30 / 150 സൊല്യൂഷൻ എന്ന് പറയുന്ന ടോട്ടല് ഒരു ഗ്ലാസ്സിൽ 150 ml ആണ്. ഇൻറ്റു 100 ചെയ്താൽ മതിയാകും. 0 യും 0 യും ക്യാൻസൽ ചെയ്യുക. 15 ഉം 30 കൂടി 2 ടൈംസ് നമുക്ക് എത്ര കിട്ടും? 20% വോളിയം ബൈ വോളിയം കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഈ ഒരു കാര്യം മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു സ്പൂണിന്റെ കാര്യം അല്ലേ, 1 സ്പൂൺ 2 സ്പൂൺ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 സ്പൂൺ 15 ml ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 15 × 2 30 ml ആണ് അവിടെ വോളിയം ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത്. സൊല്യൂഷന്റെ 150 ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? 1 more question. ഓക്കെ,
vinegar used as a food preservative and addictive contains 5% volume by volume acetic acid. Acetic acid എത്രയാടാ? 5% acetic acid ആണ് വിനീഗറിലുള്ളത്. Glacial acetic acid is a liquid that is 100% acetic acid. Glacial acetic acid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% acetic acid ഉള്ള ഒരു ശകലം പോലും വാട്ടറിന്റെ എമൗണ്ട് ഒന്നും ഇല്ലാത്ത കംപ്ലീറ്റ് 100% അസെറ്റിക് ആസിഡ് ആയിട്ടുള്ള ഒന്നാണ് ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വിനീഗർ ഉണ്ടാക്കി എടുക്കണം, അതായത് ഈ പറയുന്ന 100% ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡിൽ നിന്ന് നിങ്ങൾക്ക് വാട്ടർ ചേർത്ത് വിനീഗർ ഉണ്ടാക്കണം. എങ്ങനെയാണ് നിങ്ങളത് ഉണ്ടാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിനീഗറിലെ എന്ത് തന്നിട്ടുണ്ട്? വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അത് 5% ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഡീകോഡ് ചെയ്യാൻ പഠിക്കണം. മിസ് നേരത്തെ പറഞ്ഞ പോലെ ഡീകോഡ് ചെയ്യണം. 5% അസെറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിനീഗർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് 5 ml അസെറ്റിക് ആസിഡ്. 5 ml അസെറ്റിക് ആസിഡാണ് എത്ര ml സൊല്യൂഷനിലുള്ളത്? 100 ml സൊല്യൂഷനിലേക്ക് ഉള്ളത്. ഓക്കെ, 5 ml അസെറ്റിക് ആസിഡ് ആണ് 100 ml സൊല്യൂഷനിലുള്ളത്. ഇതാണ് വിനീഗറിന്റെ കോമ്പോസിഷൻ. നമുക്കിനി ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡ്, ഞാൻ അസെറ്റിക് ആസിഡ് GA എന്ന് എഴുതുവാണേ. ഓക്കെ, ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡ് എന്ന് പറയുന്നത് 100% ആണ്. അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കണം? വിനീഗർ ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ 100 ml സൊല്യൂഷനിൽ 5 ml അസെറ്റിക് ആസിഡ് വേണം. നമ്മളിപ്പോൾ 1 ലിറ്റർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? 1000 ml. ഓക്കെ, നമുക്കിത് എത്രയാക്കണം? 1000 ml അല്ലെങ്കിൽ 1 ലിറ്റർ. ഓക്കെ, 1000 ml ആക്കണം. 100 ml 5 ml ഉണ്ട്. ഓക്കെ, 100 ml 5 ml ഉണ്ടെങ്കിൽ 1000 ml എത്ര ml അസെറ്റിക് ആസിഡ് ആണ് നമ്മൾ ചേർക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ബേസിക് ആയിട്ടുള്ള മാത്സ്. 100 ml 1000 ml ആക്കി. നമ്മൾ 100 ml 1000 ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ചെയ്താൽ മതി. 100 × 10 ചെയ്യുമ്പോൾ നമുക്ക് 1000 ml കിട്ടും. അപ്പോൾ 5 ml 1000 ml മാറ്റുമ്പോൾ എന്താവും? 5 × 100നെ 100നെ 1000 ആക്കാൻ നമ്മൾ ഇൻറ്റു 10 ചെയ്തു. സിമിലർലി 5നെ എന്ത് ചെയ്യണം? സെയിം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് എത്ര ml എന്ന് കിട്ടും? എത്ര ml? 50 ml എന്താ? ഗ്ലേഷ്യൽ ആയിട്ടുള്ള അസെറ്റിക് ആസിഡ് എടുക്കുക. ഓക്കെ, 50 ml ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡ് ആണ് 1 ലിറ്റർ സൊല്യൂഷനിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു വിനീഗർ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ 50 ml ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡ് എടുക്കണം. അതിലേക്ക് എത്ര 1000 ആക്കണമെങ്കിൽ എത്ര വാട്ടർ ചേർക്കണം? 950 ml വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 ml സൊല്യൂഷൻ, അതായത് വിനീഗർ കിട്ടുന്നു. ക്ലിയർ ആണോ? ഫസ്റ്റ് നമ്മൾ ഡീകോഡ് ചെയ്തു. 5% അസെറ്റിക് ആസിഡ് ആണ് വിനീഗറിലുള്ളത്. അതായത് വിനീഗർ എടുത്തു കഴിഞ്ഞാൽ, വിനീഗറിലെ 100 ml എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 ml എന്താണ്? അസെറ്റിക് ആസിഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. എങ്കിൽ 1000 ml ആക്കി കഴിഞ്ഞാൽ അതിലെത്രയായിരിക്കും? 50 ml ആയിരിക്കും അവിടെ എന്ത്? അസെറ്റിക് ആസിഡിന്റെ എമൗണ്ട്. 50 ml 1000 ml 50 ml അസെറ്റിക് ആസിഡ് ആണെങ്കിൽ ബാക്കി 950 ml എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണ് നമ്മൾ വിനീഗർ 100% ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡിൽ നിന്ന് വിനീഗർ പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്ര കാര്യങ്ങളെ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇന്നെന്താ? നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹോമോജിനസ് മിക്സ്ചർ ആണെന്നും അതിൽ സൊല്യൂട്ടും സോൾവെന്റും ഉണ്ട് എന്നുള്ളതും നമ്മൾ പഠിച്ചു. ഇനി എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, ഒരു സൊല്യൂഷനിലുള്ള എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെയാണ് നമുക്കതിന്റെ ആ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയാനായിട്ട് പറ്റുന്നത്. കോൺസെൻട്രേഷനെ 3 രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, അതുപോലെ തന്നെ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. കഴിഞ്ഞു. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോസ് ആൻഡ് പോണ്ടർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇനിയുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സിന് മുന്നേ ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, ഇന്ന് തന്നെ നമ്മളിത് നല്ല ക്ലിയർ ആക്കി ആക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ടൈം ആകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ അല്ലേടാ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഈ ചാപ്റ്ററിന്റെ 3rd പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ ബൈ.